വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാനൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു ദുബായ് ടീച്ചിങ് ജോബ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ്, കുറേ ഡൗട്ട്സുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഞാനൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാനധികം വളച്ചു നീട്ടുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു വീഡിയോ. ആദ്യം ഞാൻ എന്നെ പറ്റി പറയാം. എൻ്റെ പേര് അർച്ചന, എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ 8 വർഷത്തോളം കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ട വിദ്യാർത്ഥിനിയായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഐ കംപ്ലീറ്റഡ് മൈ BA മോഹിനിയാട്ടം ഫ്രം ദർ. Then I just did my PG, post graduation in മോഹിനിയാട്ടം from RLV Government Music and Fine Arts College. അതിനുശേഷം ഞാൻ ഹൈദരാബാദിലൊരു ഇന്റർനാഷണൽ സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് ഒരു 8 മാസത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടുത്തെ ഫുജൈറ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഡാൻസ് ടീച്ചറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിടക്കാം. നവമി കെ നായർ 7200 എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ PG ബോട്ടണി കംപ്ലീറ്റഡ് ആണ്. BEd സെക്കൻഡ് ഇയർ ആണിപ്പോൾ. ബയോളജി ടീച്ചേഴ്സിന് അവിടെ സ്കോപ്പ് ഉണ്ടോ? ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്. വിസിറ്റിംഗ് വിസയിൽ വന്ന് ജോബ് നോക്കുകയാണെങ്കിൽ അവിടെ എത്ര ചിലവ് വരും എന്ന് പറയാമോ? യെസ്, PG ബോട്ടണി കംപ്ലീറ്റഡ് ആണ്. BEd ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, BEdന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വന്ന് ട്രൈ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. BEd ഉണ്ടെങ്കിൽ നമുക്കധികം റിസ്ക് ഇല്ല. പക്ഷേ നാട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വളരെയധികം ഉപകാരം ഉണ്ടാവും നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്കൂളായിട്ട് ഇത്രയും കൂടിയും ഒരു ബന്ധം ഉണ്ടാവുമല്ലോ. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് 7ാം ക്ലാസ് വരെയുള്ളവർക്ക് EVS പഠിപ്പിക്കാം. അതായത് ഇപ്പോൾ PG ബോട്ടണി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 7th വരെ EVS പഠിപ്പിക്കാം. അതിനുശേഷം 8th മുകളിലേക്ക് നമുക്ക് അവർക്ക് സബ്ജക്റ്റ് ഏതാണോ ബയോളജി അത് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ CBSE സ്കൂൾസിൽ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്തായാലും സ്കോപ്പൊക്കെ ഉണ്ട്. ബയോളജിയും ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ നല്ല സ്കോപ്പുള്ള സബ്ജക്ട്സ് ആണ്. യെസ്, വന്ന് ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വരുമ്പോൾ ചിലവ് എത്ര വരും? യെസ്, ചിലവ് നമുക്കിപ്പോൾ ഒരു ബെഡ് സ്പേസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് 600 ആണ്. ഏറ്റവും കുറവ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് 600 ആണ് ബെഡ് സ്പേസിന്. പിന്നെ ഫുഡിന് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 500 എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും, 500 ദിറംസ്. പിന്നെ വിസിറ്റിംഗ് വിസയ്ക്ക് നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ 1 ലക്ഷം രൂപ എന്തായാലും അക്കൗണ്ടിൽ കാണിക്കണം എന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഇത്രയും ചിലവുകളാണ് നമുക്ക് ബേസിക് ആയിട്ട് വരിക. പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴുള്ള നമ്മുടെ ബസ് ഫെയർ, അങ്ങനെ ട്രാവലിംഗ് ചാർജുകൾ, അതും ഏകദേശം ഒരു 500 തന്നെ കൈപിടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് ദിറംസ് ആണ് ഞാൻ പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. I am BSc BEd നാച്ചുറൽ സയൻസ്. ക്യാൻ ഐ ഗെറ്റ് എ ടീച്ചിങ് ജോബ് ഇൻ ദുബായ്? ഡെഫിനറ്റ്ലി BEdും പിന്നെ BSc ഉണ്ടല്ലോ. എന്തായാലും നിങ്ങൾക്ക് CV അയച്ചുകൊണ്ടിരിക്കുക. സ്കൂൾസിലെ വേക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ എന്തായാലും കിട്ടും. സോ നല്ലൊരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ഉണ്ടാക്കുക. ഇൻ വിച്ച് സ്കൂൾ യു ആർ ടീച്ചിങ്? യെസ്, ഞാനിവിടെ ഫുജൈറയിൽ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഞാനിപ്പോൾ ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അതൊരു കോൺഫിഡൻഷ്യൽ കാര്യമാണല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പബ്ലിക് സ്പേസിൽ അങ്ങനെ പറയുമ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ സ്കൂൾ പേര് പറയുന്നില്ല, സ്കൂൾ നെയിം പറയുന്നില്ല. ഫുജൈറ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഹൗ ടു ഗെറ്റ് ടീച്ചിങ് ജോബ് ഇൻ ദുബായ്? ക്വാളിഫിക്കേഷൻ. ഞാൻ അതൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ദുബായിൽ നാട്ടിലിരുന്നുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ട്രൈ ചെയ്തത്. നാട്ടിലിരുന്നുകൊണ്ടല്ല, ഞാനിവിടെ വിസിറ്റിംഗ് വിസയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വിസിറ്റിംഗ് വിസയിൽ 2 മാസം. ആ ഒരു സമയത്ത് ഞാൻ എങ്ങനെയാണ് ട്രൈ ചെയ്തത്. പക്ഷെ ആ സമയത്ത് എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ നാട്ടിൽ വേറൊരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ഈ ഒരു കോള് വരുന്നത്. അതായത് ആ സ്കൂളിലെ വേക്കൻസി അനുസരിച്ചിട്ടാണ് ആ കോള് വരുന്നത്. സോ ക്വാളിഫിക്കേഷൻ, ഞാൻ ഡാൻസ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ എനിക്ക് BA ആൻഡ് MA കംപ്ലീറ്റഡ് ആണ് ഞാൻ. ബാക്കി സബ്ജക്ട് ടീച്ചേഴ്സിന് ലൈക്ക് ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് അതിനൊക്കെ എന്തായാലും BA വിത്ത് BEd ആണ് ബേസിക് ആയിട്ടുള്ളത് വേണ്ടത്. BEd എന്ന് പറയുന്നത് നമുക്ക് റിസ്ക് ഇല്ലാതെ വരാം. DLEdും TTC ഒക്കെ ചാൻസസ് കുറവാണ്. സോ BEd ആണ് എന്തായാലും BEdന് അവർക്ക് ഒരു ഒഴിവ് പറയാൻ പറ്റില്ല. BEd ആണ് വേണ്ടത് ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടീച്ചേഴ്സ് ഇൻ്റർവ്യൂ എങ്ങനെയാണ്? ഗിവ് us some tips to perform well. ഞാൻ ഫുൾ ഫോർമൽ ലുക്കിലാണ് അന്ന് ചെന്നത്. അതായത് കോട്ട്, സൂട്ട്, ഷർട്ട് അങ്ങനെയിട്ട് നമ്മൾ ഫുൾ ഫോർമൽ ലുക്കിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതെന്തായാലും പിന്നെ ഞാൻ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും കൈപിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡെമോ ക്ലാസ് എടുക്കാനാണ് എനിക്ക് വന്നത്. അതായത് ഞാനൊരു ഡാൻസ് ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് കുട്ടികളെ തന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് എൻ്റെ ഓർമ്മ അനുസരിച്ച് എനിക്ക് 1st ഗ്രേഡ് ഓർ 2nd ഗ്രേഡ്
5th ഗ്രേഡ് ബോയ്സ് ആയിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് ഡെമോ ക്ലാസ്സിനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഡെമോ ക്ലാസ്സൊക്കെ എടുത്തു. അതായത് ഒരു പാട്ട് ഏതെങ്കിലും വെച്ച് കുട്ടികളെ പഠിപ്പിക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചു. എൻ്റെ അടുത്തൊരു കൂടുതൽ എക്സ്പീരിയൻസ് ആണ് വെച്ചത്. എനിക്ക് ആകെ അവിടെ വന്നിട്ട് ആ ഒരു സമയത്ത് 20 ദിവസത്തെ ദുബായ് എക്സ്പീരിയൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ വിസിറ്റിംഗ് വിസയിൽ വന്നപ്പോൾ. അപ്പോൾ എനിക്ക് വേറൊരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കത് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഇവിടെ നാട്ടിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് നടന്നത്. ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ എന്നെ പറ്റി പറയാൻ പറഞ്ഞു. ഞാൻ പിന്നെ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, അതായത് എനിക്കിപ്പോൾ ഓൾറെഡി ഞാനൊരു എക്സ്പീരിയൻസ്, ഞാനിപ്പോൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് എങ്ങനെയാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത്, കുട്ടികളെ ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇപ്പോൾ ഡാൻസിനെ പറ്റിയിട്ടുള്ളത്, ഡാൻസ് ഇപ്പോൾ തീരെ അറിയാത്ത കുട്ടികളെ എങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാം, പിന്നെ നമുക്ക് എങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് കുട്ടികളെ സോങ്സ് പരിശീലിപ്പിക്കാം, ട്രെയിൻ ചെയ്യിപ്പിക്കാം, അങ്ങനെയുള്ള കുറച്ച് ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ഞാൻ ഫുൾ ഫോർമൽ ലുക്കിൽ തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. ഓൺലൈൻ ഇൻ്റർവ്യൂ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, ക്യാൻ ഫാർമസി ടെക്നീഷ്യൻസ് ടീച്ച് ദർ? ഇല്ല. നമുക്ക് BA വിത്ത് BEd ആണ് ഏറ്റവും മാൻഡറ്ററി ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ജഫ്ല ലിയാഖത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഈസ് ഐ ക്യാൻ അപ്ലൈ ടീച്ചിങ് ജോബ് ഫ്രം ഇന്ത്യ വിത്തൗട്ട് കമ്മിങ് ദർ, ദേ വിൽ അക്സെപ്റ്റ് മീ? യെസ്, എന്തായാലും ആക്സെപ്റ്റ് ചെയ്യാതിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ വേക്കൻസി അനുസരിച്ച് അവരെന്തായാലും ഓൺലൈൻ ത്രൂ ആയിട്ടാണെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്ന സ്കൂൾസ് ഉണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത് നമ്മൾ ക്രാക്ക് ആവുകയാണെങ്കിൽ നമുക്ക് വിസയും ടിക്കറ്റൊക്കെ തന്ന് നമ്മളതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതിന് യാതൊരു സംശയമില്ല. നമ്മൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ ട്രൈ ചെയ്താൽ നമുക്ക് എന്തായാലും ജോലി സാധ്യതയ്ക്ക് ഒരു കുറവും വരില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ്. +2 ബേസ് ആയിട്ട് അവിടെ ടീച്ചേഴ്സായിട്ട് കയറാൻ പറ്റുമോ? ഡിഗ്രി ഇപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഇല്ല, അതായത് BA വിത്ത് BEd ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മാൻഡറ്ററി ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഫോർ ടീച്ചിങ്. സോ അതെന്തായാലും വേണ്ടി വരും. ഇപ്പോൾ KG ടീച്ചേഴ്സിനാണെങ്കിൽ BA വിത്ത് മോണ്ടിസോറി ആണ് മാൻഡറ്ററി ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എസ്മെറാൾഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 0.21 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഈസ് ദർ എനി സ്കൂൾസ് റിക്രൂട്ടിംഗ് ടീച്ചേഴ്സ് വിത്തൗട്ട് BEd? വിത്തൗട്ട് BEd എടുക്കുന്ന സ്കൂൾസിനെ എനിക്ക് പരിചയത്തിലുണ്ട്. സ്കൂൾസിനെ പരിചയത്തിലുണ്ടെന്നല്ല, അതായത് അങ്ങനെ എടുത്തിട്ടുള്ള ആളുകളെ എനിക്കറിയാം. പക്ഷേ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മിനിസ്ട്രി എന്നൊരു ചെക്കിങ് ആ ഒരു സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ BEd ഇല്ലാത്ത ടീച്ചേഴ്സിനെ വേഗം നമുക്ക് പുറത്തേക്ക് കളയാൻ എളുപ്പമാണ് ആ മാനേജ്മെൻറ്റിന്. സോ BEd ഇല്ലാതെ ഇവിടെ ടീച്ചിങ്ങിന് കയറിയതിന് ശേഷമുള്ള ഇതൊക്കെ നമുക്ക് തീരെ അൺപ്രഡിക്റ്റബിളാണ്. സോ BEd ഉണ്ടെങ്കിലാണ് നമുക്കും അതൊരുറപ്പ്, നമ്മുടെ ഭാവിയിലേക്കാണെങ്കിലും എല്ലാത്തിനും. അത് ഓരോ സ്കൂൾ ഡിപ്പെൻഡൻ്റ് ആണ്. ഒരിക്കലും BEd ഇല്ലാത്തവരെ പൊതുവെ എടുക്കില്ല. അതുകൊണ്ട് തന്നെ BEd ഉണ്ടായിട്ട് വരുന്നതാണ് ബെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ ഒരു അക്കൗണ്ട് തന്നെയാണ്. ഐ ഹോൾഡ് മാസ്റ്റേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇസ് ദർ സ്റ്റാറ്റിസ്റ്റിക്സ് ടീച്ചർ വേക്കൻസി ദർ? അത് നമുക്ക് ഓരോ സ്കൂൾസിലെ ഓപ്പണിങ്സ് അനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ എല്ലാ ദിവസവും ഞാൻ ടീച്ചർ ഹയറിംഗ് പോസ്റ്റേഴ്സ് ഇടാറുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേക്കൻസികളെ പറ്റി അറിയും. അതുകൂടാതെ ലിങ്ക്ഡിൻ നന്നായി ആക്റ്റീവായിരിക്കുക, നിങ്ങൾക്ക് അപ്പോൾ വേക്കൻസികൾ വേഗം അറിയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സഫ്ന നവാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ്. BCom MCom ചെയ്തവർക്ക് BEd എടുത്താൽ കൊമേഴ്സ് സബ്ജക്റ്റ് മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ? അതെ, കൊമേഴ്സ് ബാച്ചിലെ സബ്ജക്ട്സ് മാത്രമായിരിക്കും പഠിപ്പിക്കാൻ പറ്റുക അവർക്ക്. യെസ്, കൊമേഴ്സ് ടീച്ചേഴ്സിന് വേക്കൻസി വരാറുണ്ടോ? തീർച്ചയായിട്ടും വരാറുണ്ട്. എന്തായാലും സ്കൂൾസായിട്ട് ലിങ്ക്ഡിനിൽ ആക്റ്റീവായിട്ടിരിക്കുക. സ്കൂൾസിൻ്റെ വെബ്സൈറ്റ്സിലും നമ്മുടെ CV എല്ലാ സ്കൂൾസിൻ്റെ വെബ്സൈറ്റ് HR മെയിലിലേക്ക് അയച്ചിടാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, ഫ്രഷേഴ്സിന് എത്ര സാലറി വരെ കിട്ടും? യെസ്, അത് ഓരോ സ്കൂൾസിനെ ഡിപ്പെൻഡൻ്റ് ആണ്. ഷിഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓരോ സ്കൂൾസിനെ ഡിപ്പെൻഡൻ്റ് ആണ്. എനിക്ക് ഇപ്പോൾ 2000 വരെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്കൂൾസിനെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് 3000-ന് മുകളിൽ 3500-ന് മുകളിൽ 3500 വരെ സ്റ്റാർട്ടിങ് കിട്ടുന്നത് വളരെ നല്ലൊരു സാലറി സ്കെയിലാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും കിട്ടുന്നതാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഓക്കെ പറയുക.
അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചിലവൊന്നും എത്താൻ പറ്റുന്നുണ്ടാവില്ല. സോ അതാണ് ഫ്രഷേഴ്സിന് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 3,000 3,500 അതൊക്കെയാണ് നല്ലൊരു സ്കെയിൽ ഫോർ ഫ്രഷേഴ്സ്. പക്ഷേ 2,000 ഒക്കെ കൊടുക്കുന്ന സ്കൂൾസിന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി എക്സ്പീരിയൻസ് മസ്റ്റാണോ? എക്സ്പീരിയൻസ് മസ്റ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് നമ്മളെ വളരെയധികം നമുക്ക് ഉപകാരപ്രദമാണ്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കതൊരു ബലമാണ്. എക്സ്പീരിയൻസ് ഇല്ലാതെയും എടുക്കുന്നുണ്ട്. അതായത് BA വിത്ത് BEd അല്ലെങ്കിൽ ആ ഒരു ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉള്ളവരേനെയും ഓരോ സ്കൂൾസിൻ്റെ അത്യാവശ്യം അനുസരിച്ച് എടുക്കാറുണ്ട്. BA BEd ഉള്ള ഫ്രഷേഴ്സിന് ജോബ് കിട്ടാൻ എന്തൊക്കെ ചെയ്യണം? സാധാരണ പോലെ നമ്മുടെ CV, നമ്മുടെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVs എല്ലാ സ്കൂൾസിൻ്റെ വെബ്സൈറ്റ്സിലും കയറി HR-ൻ്റെ മെയിലിലേക്ക് അയച്ചിടുക. നമ്മുടെ CV എല്ലാ സ്കൂൾസിൻ്റെ മെയിലിലും ഉണ്ടായിരിക്കുക എന്നാണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ അവരുടെ വേക്കൻസി അനുസരിച്ച് നമുക്ക് ഇൻ്റർവ്യൂ കോൾ അവർ തീർച്ചയായിട്ടും ചെയ്യും. യെസ്, നെക്സ്റ്റ് ഇൻ്റർവ്യൂ പ്രോസസ്സ് പറയാമോ? അതായത് ഇൻ്റർവ്യൂ പ്രോസസ്സ് അത് വേറെ ഒരു വീഡിയോ ആയിട്ടാണ് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി കൂടുതൽ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതെന്തായാലും എനിക്കുണ്ടായ എൻ്റെ അനുഭവത്തെ പറ്റി ഞാനതൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എന്തായാലും ചെയ്യാം. യെസ്, വാട്ട് അബൌട്ട് ദ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്? അതായത് എല്ലാ സ്കൂൾസിലും നമ്മുടെ ഇപ്പോൾ UAE എല്ലാ സ്കൂൾസിലും ഇംഗ്ലീഷ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിട്ട് എടുക്കുന്നത്. പക്ഷേ കുട്ടികളുടെ അടുത്താണെങ്കിലും പാരൻസിൻ്റെ അടുത്താണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ്. യെസ്, ഹോം റൂം ടീച്ചർ മീൻസ് ഹോം റൂം ടീച്ചർ എന്ന് പറയുന്നത് അഥവാ ക്ലാസ് ടീച്ചറിൻ്റെ ഒരു ജോബ് റോളാണ് ഹോം റൂം ടീച്ചർ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കൂളിൽ അക്കൗണ്ട്സ് വേക്കൻസി ഉണ്ടോ? ഉണ്ടായിരിക്കും. എല്ലാ സ്കൂൾസിലും അക്കൗണ്ട്സ് വേക്കൻസികൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് മന്ത് ഞാൻ ഫുജൈറയിലേക്ക് വരുന്നുണ്ട്. ഐ ആം എ ക്വാളിഫൈഡ് എക്സ്പീരിയൻസ്ഡ് ടീച്ചർ. ആ ടൈമിൽ പിന്നെ അത് കംപ്ലീറ്റഡ് അല്ല. അപ്പോൾ ആ ടൈമിൽ വരുന്നത് ഓക്കെ ആണോ എന്നായിരിക്കും. യെസ്, ഇത് നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് സ്കൂൾസ് ഓപ്പൺ ചെയ്യുന്ന ഒരു ടൈമാണ്. 18-ന് ശേഷം ഓപ്പൺ ചെയ്യും. യെസ്, വരുന്നത് നല്ലതാണ്. എല്ലാ സ്കൂൾസിലേക്കും CV അയച്ചിടുക. അവരുടെ ഇൻ്റർവ്യൂ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ക്യാൻ ഫ്രഷേഴ്സ് ഹാവ് എനി ചാൻസസ് ദർ? എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഫ്രഷേഴ്സിനാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഓൾവേസ്. അതായത് UAE എന്ന് പറയുന്നത് എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. മാം, അപ്പാർട്ട് ഫ്രം BEd, വാട്ട് ഓൾ റിക്വയർമെൻറ്റ്സ് ഓർ ക്വാളിഫിക്കേഷൻസ് വൺ ഷുഡ് പോസസ് വൈൽ അപ്ലൈയിങ്? യെസ്, അതായത് BEd, അതായത് ഓൾറെഡി നമുക്ക് BA വിത്ത് BEd ആണ് അറ്റ്ലീസ്റ്റ് വേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ. വേറെ നമുക്കിപ്പോൾ ഇന്ത്യ അറ്റസ്റ്റഡ് ആയിരിക്കണം, MOF അറ്റസ്റ്റഡ് ആയിരിക്കണം നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയാവും. ഇന്ത്യൻ അറ്റസ്റ്റേഷൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ നമുക്ക് UAE അറ്റസ്റ്റേഷൻ ഇവിടെ വന്നിട്ട് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. യെസ്, ഈസ് സ്കൂൾ പ്രൊവൈഡഡ് യു അക്കോമഡേഷൻ? എനിക്ക് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ എനിക്കിവിടെ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ആണ്. നമുക്ക് ചെറുതായിട്ടൊരു റെൻറ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഓരോ സ്കൂൾസിനും അത് ഡിപ്പെൻഡഡ് ആണ്. യെസ്, കിൻഡർ ഗാർഡൻ വേക്കൻസി ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. BA വിത്ത് മോണ്ടിസോറി നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് KG ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ATS ഫ്രണ്ട്ലി CV മസ്റ്റ് ആണോ ഇൻ ദുബായ് സ്കൂൾസ്? തീർച്ചയായിട്ടും ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVs ആണ് എല്ലാ സ്കൂൾസിലും അവർ ആവശ്യപ്പെടുന്നത്. ATS ഫ്രണ്ട്ലി ആണ്. I just want to know about the teaching assistant position. What are the qualification? അതായത് അസിസ്റ്റൻറ്റ് ടീച്ചർ എന്ന് പറയുന്നത് BA വിത്ത് BEd തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫോർ അസിസ്റ്റൻറ്റ് ടീച്ചർ റോൾ. അതായത് നമ്മളൊരു ടീച്ചറെ അസിസ്റ്റ് ചെയ്യുക എന്നതാണ് ആ ഒരു ടീച്ചർക്ക് വരുന്ന കൂടുതൽ. അതായത് ആ ടീച്ചർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളും ചെയ്യേണ്ടി വരും. പിന്നെ ഓരോ ടീച്ചേഴ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടഡായിട്ട് നമ്മളിപ്പോൾ ഓരോ ടീച്ചേഴ്സിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അതിന് പിക്കപ്പ് ചെയ്ത് അവരുടെ ക്ലാസ്സസ് എങ്ങനെയാണ് പോകുന്നത് അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സസ് എടുത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ടീച്ചർ അസിസ്റ്റൻറ്റ് വേക്കൻസി അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ അസിസ്റ്റൻറ്റ് ടീച്ചർ ജോബ് റോൾ ഇല്ല. എല്ലാ സ്കൂൾസിലും അസിസ്റ്റൻറ്റ് ടീച്ചർ ജോബ് റോൾ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ സയൻസ് പോസ്റ്റ് വരാറുണ്ടോ? MA സോഷ്യോളജി ആൻഡ് BEd ഉണ്ട്, അപ്ലൈ ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. അതായത് സോഷ്യൽ വരാറുള്ള SST ജോബ് വേക്കൻസികൾ തീർച്ചയായിട്ടും
എല്ലാ സ്കൂൾസിലും വരാറുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഓപ്പണിങ്സ് വരുമ്പോൾ എല്ലാ സ്കൂൾസിലേക്കും അയച്ചിടുക. സർട്ടിഫിക്കേഷൻസ് ആവശ്യം ആണോ? യെസ്. അതായത് ഇപ്പോൾ BA ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം, B.Edൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം. ഇവ രണ്ടും അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ നല്ലത്. ഇന്ത്യൻ അറ്റസ്റ്റേഷൻ, അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ അറ്റസ്റ്റേഷൻ എങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. ഇവിടെ വന്നിട്ട് നമുക്ക് UAE അറ്റസ്റ്റേഷൻ ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല. അത് സ്കൂൾസ് ചെയ്യാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇവിടെ വന്നിട്ട് ചെയ്യുകയാണെങ്കിലും. അത് സ്കൂൾ ഡിപ്പെൻഡഡ് ആയിരിക്കും. അത് അവർ നമ്മുടെ ഇൻ്റർവ്യൂ ടൈമിൽ തന്നെ എല്ലാം നമ്മുടെ അടുത്ത് സംസാരിച്ചിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ BA ആൻഡ് MA ഇൻ അറബിക് കഴിഞ്ഞാണ്, B.Edും കഴിഞ്ഞ് കേട്ടറ്റ് ക്വാളിഫൈഡ് ആണ്. ഇതിൻ്റെ അപ്പുറത്തെ ഇനി സർട്ടിഫിക്കറ്റ് വേണ്ട. ഇതെല്ലാം ഈ സർട്ടിഫിക്കറ്റ്സിലൂടെ തന്നെ നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. സോ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ATS ഫ്രണ്ട്ലി CV ഉണ്ടാക്കി എല്ലാ സ്കൂൾസിൻ്റെ വെബ്സൈറ്റ്സിലേക്കും അയച്ചിടുക. എന്തായാലും ഡെഫിനറ്റ്ലി അക്കോർഡിംഗ് ടു ദാറ്റ് ഓപ്പണിങ്സ്, ജോബ് ഓപ്പണിങ്സ്, they will hire you. They will call for an interview call, definitely. ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൊണ്ട് മീൻ ചെയ്യണത് എന്താണ്? യെസ്, നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ B.Ed എടുത്ത് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടീച്ചിങ് മെത്തേഡ്സ് കൊണ്ട് പഠിപ്പിക്കാൻ യോഗ്യരായിട്ടുള്ളവരാണ് എന്നത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഇക്വലൻസി. ഇനി എന്തെങ്കിലും അതിലേക്ക് കുറിച്ച് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തതിനെ കുറിച്ച് പറയാമോ? എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഞാൻ ചെയ്തിരുന്നു. അതിനുശേഷം ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് അതിനുശേഷം എനിക്കിവിടെ ഈ സ്കൂൾ തന്നെ എനിക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഏജൻസി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഏജൻസി വഴി ഞാൻ ഇന്ത്യൻ അറ്റസ്റ്റേഷൻ കഴിഞ്ഞു. അതിനുശേഷം ആ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നമുക്ക് സ്കൂളിലേക്ക് അവരെത്തിച്ചു. അതിനുശേഷം എനിക്ക് ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ MOF അറ്റസ്റ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ BA B.Ed കംപ്ലീറ്റ് ആണ്, ബട്ട് എക്സ്പീരിയൻസ് ഇല്ല, ഫ്രഷറാണ്. അപ്പോൾ എനിക്ക് ദുബായ് സ്കൂൾ ജോബ് കിട്ടുമോ? യെസ്, എന്തായാലും കിട്ടും, കിട്ടാതിരിക്കൊന്നുമില്ല. എന്തായാലും ഇൻ്റർവ്യൂ ത്രൂ തന്നെയാണ് അവരെടുക്കുക. അപ്പോൾ ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ സ്കിൽ അനുസരിച്ച്, ഇൻ്റർവ്യൂ നിങ്ങൾ എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്നനുസരിച്ച് എന്തായാലും ജോബ് കിട്ടും. അത് വിസിറ്റിംഗ് വിസയിൽ വരുമ്പോഴാണെങ്കിലും നമുക്കതൊരു റിസ്ക്കാണ്. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, നാട്ടിലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വളരെ നമുക്കതൊരു ഹെൽപ്ഫുള്ളാണ്. എന്തായാലും നാട്ടിൽ നിന്നിരുന്നുകൊണ്ട് അയക്കുന്നത് തന്നെയാണ് ബെറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചിലവുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദർ എനി വേക്കൻസി ഫോർ KG ടീച്ചേഴ്സ്? ഞാൻ എല്ലാ ദിവസവും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസ് ഇടാറുണ്ട്. എനിക്ക് കിട്ടുന്ന, ഞാൻ ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന ടീച്ചർ ഹയറിംഗ് വേക്കൻസികൾ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്, സ്റ്റോറിയായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. സോ ചെക്ക് ഔട്ട് ദെൻ. അതായത് പിന്നെ ലിങ്ക്ഡിനിൽ നന്നായി ആക്റ്റീവ് ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേക്കൻസികൾ അറിയാൻ പറ്റും. ഫ്രഷേഴ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ടീച്ചർ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഉണ്ടോ? ഞാൻ ടീച്ചർ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴി കിട്ടുന്നവർ കുറേ പേരുണ്ട്. എൻ്റെ സ്കൂളിലാണെങ്കിലും റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വരെ കിട്ടിയവരുണ്ട്, കിട്ടിയവരുണ്ട്. പക്ഷേ ഞാൻ ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യുകയല്ല ചെയ്തത്. ഞാൻ വെബ്സൈറ്റ് ത്രൂ, ഓരോ സ്കൂൾസിൻ്റെ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. For the academic year 2025-26, when will the interview take place? അതായത് ഇൻ്റർവ്യൂസ് ഓരോ ടീച്ചേഴ്സിൻ്റെ വേക്കൻസികൾ, ഓപ്പണിങ്സ് അനുസരിച്ചിട്ടാണ് അവർ വിളിക്കുക. അതായത് അതിന് ശരിക്കും തന്നെ പ്രത്യേകിച്ച് സമ്മർ ബ്രേക്കിന് മുൻപോ ശേഷമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അതായത് ഓരോ ടീച്ചർ പേപ്പർ ഇട്ട് പോകുന്നതനുസരിച്ച്, റിസൈൻ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അവിടെ ഓരോ വേക്കൻസികൾ ഫോം ആവുന്നത്. അപ്പോൾ എപ്പോൾ നമ്മുടെ CV എല്ലാ സ്കൂൾസിൻ്റെ മെയിലിൽ ഉണ്ടാവുക. അപ്പോൾ അവർ പൊതുവേ അവരുടെ മെയിൽ സെർച്ച് ചെയ്യും. അപ്പോൾ എന്തായാലും അത് നമ്മുടെ എടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ഇൻ്റർവ്യൂ കോൾ ചെയ്തിരിക്കും, നമ്മുടെ CV അവർ ചെക്ക് ചെയ്തതിന് ശേഷം. സോ നമ്മുടെ CV എല്ലാ സ്കൂൾസിലും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഡെക് ആൻഡ് UAE കോഴ്സ് പഠിച്ചാൽ B.Ed കമ്പൽസറി ഇല്ല എന്ന് പറയുന്നത് കറക്റ്റാണോ? ഇല്ല, എന്തായാലും ഇപ്പോൾ B.Ed എന്ന് പറയുന്നത് ടീച്ചിങ് കോഴ്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷനാണ്. അതുകൊണ്ട് B.Ed ഇല്ലാതെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ എല്ലാ സ്കൂൾസിലും തയ്യാറാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ B.Ed ഇല്ലാതെ എടുത്തു എന്നുണ്ടെങ്കിലും അവരുടെ ഒരു മിനിസ്ട്രിയിൽ നിന്ന് ഒരു ചെക്കിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ എടുത്ത് കളയാൻ വളരെയധികം എളുപ്പമാണ്. സോ B.Ed തന്നെയാണ് അത്. B.Ed മാൻഡറ്ററി ആയിട്ടുള്ളൊരു ഇരുന്നിരിക്കണം എന്തായാലും എല്ലാവരും, ടീച്ചറായി വർക്ക് ചെയ്യുന്നവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹായ് മാം, നാട്ടിൽ നിന്നുകൊണ്ട് ജോബിന് അപ്ലൈ ചെയ്യാൻ കഴിയുമോ? അപ്ലൈ ചെയ്താലും കിട്ടാൻ ചാൻസ് ഉണ്ടോ? എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. നാട്ടിലിരുന്നുകൊണ്ട് അപ്ലൈ ചെയ്താലും മതിയാവും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ സയൻസിന് സ്കോപ്പ് കുറവാണോ UAL? നോ. UAE SST, SST, അങ്ങനെ UAE SST എന്ന് പറയുമ്പോൾ UAEയിലെ ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും പിന്നെ SST എന്ന് പറഞ്ഞിട്ടുള്ള 2 സബ്ജക്ട്സ് ആയിട്ടുള്ള ഒരു പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് ആണ്. സോ സോഷ്യൽ സയൻസ് ടീച്ചേഴ്സിന് സ്കോപ്പ് കുറവ് തീരെയില്ല, സ്കോപ്പ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പീരിയൻസ് ഇല്ലാതെ UAE ടീച്ചർ ആവാൻ പറ്റുമോ? ഐ എം കറന്റ് ഡൂയിങ് BEd. എക്സ്പീരിയൻസ് ഇല്ലാതെ UAE ടീച്ചറായിട്ട് ആവാൻ പറ്റും. ചില സ്കൂൾസൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് വേണമെന്നില്ല, അവരുടെ ഇൻ്റർവ്യൂ സ്കിൽ അനുസരിച്ച്, ഇൻ്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യുന്നതനുസരിച്ച്, ഇൻ്റർവ്യൂ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതനുസരിച്ച് എടുക്കുന്ന പല സ്കൂളുകളുണ്ട്. സോ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങളുടെ സ്കിൽ അനുസരിച്ച് നിങ്ങൾ എടുക്കും. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ബലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ വി അപ്ലൈ ഫ്രം കേരള? ഡെഫിനറ്റ്ലി. നെക്സ്റ്റ്, എനി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ജോബ് വേക്കൻസി? എല്ലാ സ്കൂൾസിലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 2 or 3 ടീച്ചേഴ്സ് വിൽ ബി ദർ. സോ എല്ലാ സ്കൂൾസിലും ഉണ്ടായിരുന്നിരിക്കും, അതുകൊണ്ട് എല്ലാ സ്കൂൾസിലും അയച്ചിടുക. Do a video about taking demo class and when is right time to apply to an Indian schools in UAE. അതായത് ഇപ്പോൾ കറക്റ്റ് ടൈം എന്നുള്ളതില്ല. ഓരോ സ്കൂൾസിലെ വേക്കൻസികൾ അനുസരിച്ചിട്ടാണ് അവർ ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, will a fresher who have BEd get job in school? ഡെഫിനറ്റ്ലി. ഫ്രഷർ ആണെങ്കിലും BEd ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടും, നിങ്ങളുടെ ഇൻ്റർവ്യൂ പെർഫോമൻസ് അനുസരിച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹായ്, അവിടെ UAE ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലൈബ്രറിയൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ടൈം പറയാമോ? ലൈബ്രറിയൻ എല്ലാ സ്കൂൾസിലും ലൈബ്രറീസ് ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ ലൈബ്രറിയനെയും അവർക്ക് ആവശ്യം ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് 1 or 2 എന്തായാലും ലൈബ്രറിയൻസ് ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് റിക്രൂട്ട്മെൻറ്റ് ടൈം ഓരോ സ്കൂൾസിൻ്റെ ആ ഒരു ടീച്ചറുടെ വേക്കൻസി അനുസരിച്ചായിരിക്കും ഉണ്ടായിരുന്നിരിക്കുക. Next question, I have 4 years of experience in government school in Kerala. So, can you help me to get job in the UAE? അതായത് ഞാൻ എല്ലാ ദിവസവും ഞാൻ കിട്ടുന്ന ടീച്ചിങ് ഹയറിംഗ് പോസ്റ്റുകൾ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ത്രൂ ഷെയർ ചെയ്യാറുണ്ട്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നെ ലിങ്ക്ഡിനിൽ നന്നായി ആക്റ്റീവ് ആയിരിക്കുക. എല്ലാ സ്കൂൾ വെബ്സൈറ്റ്സിലും HRൻ്റെ മെയിലിലേക്ക് നമ്മുടെ CV അയച്ചുകൊണ്ടിരിക്കുക. Next question, I have experience in Kerala as teacher, but here in technology based teaching I am not confident. No, നമുക്ക് BEd ടീച്ചർ നമ്മളിപ്പോൾ ഓൾറെഡി BEd ടീച്ചിങ് കഴിഞ്ഞവരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി സ്കൂളിലും നമ്മൾ അങ്ങനെയുള്ള ടീച്ചേഴ്സ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ മലയാളീസ് ആയിട്ടുള്ളവരാണെങ്കിലും എല്ലാ BEd എടുത്തിട്ടുള്ളവരും തന്നെയാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്ന് പഠിക്കാവുന്നത് തന്നെയുള്ളൂ. അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണെങ്കിലും നമുക്ക് ഇവിടുത്തെ ഓരോ സ്കൂൾസിലത്തെ ആളുകളും നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു ക്ലാസ്സസ് എന്തായാലും നടത്തിയിരിക്കും. നമുക്ക് സ്കൂൾസിൽ നിന്ന് തന്നെ നമുക്ക് ട്രെയിനിങ് തന്നിരിക്കും. പിന്നെ കൊളീഗ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നിരിക്കും. നെക്സ്റ്റ്, വിത്തൗട്ട് BEd ക്യാൻ ഐ അപ്ലൈ ഫോർ എ ടീച്ചിങ് ജോബ്? ഇസ് ഇറ്റ് പോസിബിൾ? ഇല്ല, BEd മാൻഡറ്ററി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പീരിയൻസ് മാൻഡറ്ററി ആണോ? ഈസ് ഇറ്റ് ഓപ്പൺ ഫോർ ഫ്രഷേഴ്സ് ടു? എക്സ്പീരിയൻസ് മാൻഡറ്ററി അല്ല, നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ഫ്രഷേഴ്സിനും ഓപ്പൺ ആണ്. നമ്മുടെ സ്കൂൾസ്, അതായത് ഫ്രഷേഴ്സിനാണെങ്കിലും ട്രൈ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PG ഓൺലൈനായി ചെയ്താൽ ഖത്തർ ഓർ ദുബായിൽ കയറാൻ പ്രോബ്ലം വരുമോ? മൈ സബ്ജക്റ്റ് ഈസ് സയൻസ് ആൻഡ് നൗ ഡൂയിങ് BEd. അതായത് ഇപ്പോൾ PG ഓൺലൈൻ ത്രൂ, അതായത് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ചില സ്കൂൾസിൽ ചാൻസ് കുറവാണ്. ചില സ്കൂൾസ് ഒന്നും അത് എടുക്കില്ല. ഡിസ്റ്റൻസ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ചില സ്കൂളിലൊക്കെ എടുക്കില്ല. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിന്ദി വേക്കൻസികൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. എല്ലാ സ്കൂൾസിലും ഉണ്ടായിരുന്നിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ടു ഗെറ്റ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേറ്റഡ് ആൻഡ് ഹൂ ടു കോൺടാക്ട്? യെസ്, അത് നമുക്ക് ഏജൻസി ത്രൂ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് അറ്റസ്റ്റേഷൻ്റെ വെബ്സൈറ്റ് ത്രൂ ആണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഏജൻസീസിന് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ അറ്റസ്റ്റേഷന് വേണ്ടി നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടാൻ വളരെയധികം ചാൻസ് ഉള്ള ഒന്നാണ്. അതുകൊണ്ട് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഏജൻസീനെ തന്നെ സമീപിക്കുക. കൂടുതലും ഇങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് കോണ്ടാക്റ്റ് മേടിച്ച് ചെയ്യുകയായിരിക്കും ബെറ്റർ. അവർക്കാണെങ്കിൽ അവർ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. അതായത് അവർ സേഫായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടെത്തിച്ച് തരും എന്നുള്ളൊരു സേഫ്റ്റിയും കൂടി ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് മുമ്പ് ചെയ്തിട്ടുള്ള പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഏജൻസീനെ ഏൽപ്പിക്കുകയായിരിക്കും നല്ലത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദർ എനി ചാൻസ് ഫോർ മോണ്ടിസോറി ടീച്ചേഴ്സ്? യെസ്, എല്ലാ സ്കൂൾസിലും KG ടീച്ചേഴ്സിന് വേക്കൻസികൾ ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എങ്ങനെ CV അയച്ചാലാണ് കിട്ടാൻ ചാൻസ് കൂടുതൽ? പ്ലീസ് ആൻസർ മൈ ക്വസ്റ്റ്യൻ. ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVs അയക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, UAEയിൽ ഫ്രഷേഴ്സിന് ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഞാൻ MCOM B.Ed ആണ്. തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. നിങ്ങൾ പരമാവധി നിങ്ങളുടെ CV എല്ലാ സ്കൂൾസിൻ്റെ മെയിലിലേക്ക് അയച്ചിടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ടീച്ചിങ് വേക്കൻസി ഉണ്ടെങ്കിൽ പറയുമോ? ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ത്രൂ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ലിങ്ക്ഡിൽ നന്നായി ആക്റ്റീവായിട്ടിരിക്കുക. എല്ലാ സ്കൂൾസിൻ്റെ HR മെയിൽസിലേക്കും നിങ്ങളുടെ CV അയച്ചിടുക. സ്കൂൾസിൻ്റെ മെയിൽ എങ്ങനെ നമുക്ക് HR മെയിൽ കിട്ടാന്നുള്ളത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി ഹെൽപ്ഫുള്ളായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ഇതുവരെ ഇൻ്റർവ്യൂ കോൾസ് ഒന്നും വന്നില്ല. ഞാൻ കുറേ സ്കൂൾസ് അപ്ലൈ ചെയ്തു, ബട്ട് നോ റെസ്പോൺസ്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ CV ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അത് ATS ഫ്രണ്ട്ലി ആണോ എന്ന് തന്നെ നിങ്ങളൊന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം എല്ലാ സ്കൂൾസിൻ്റെ ഇൻഫോ മെയിലിലേക്കാണോ HR മെയിലിലേക്കാണോ നിങ്ങൾ അയക്കുന്നത് എന്നുകൂടി നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. കൂടുതലും HR മെയിലിലേക്ക് തന്നെയാണ് നിങ്ങൾ അയക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ വേക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ ഉണ്ടായിരുന്നിരിക്കും. ഉണ്ടാവാതിരിക്കൊന്നുമില്ല, എന്തായാലും വേക്കൻസി അനുസരിച്ച് അവർ വിളിച്ചിരിക്കും. സോ ഇത് രണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക. CV ATS ഫ്രണ്ട്ലി ആണോ എന്നുള്ളതും നിങ്ങൾ അയക്കുന്നത് ഇൻഫോ മെയിലിലേക്കാണോ അല്ല ടീച്ചിങ് കരിയേഴ്സ് ഓർ അങ്ങനത്തെ HR മെയിലിലേക്കാണോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് മാൻഡറ്ററി ടു ഹാവ് B.Ed for teaching jobs in UAE or can we apply with a bachelor's degree? No, B.Ed മാൻഡറ്ററി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൻറ്റ് ടീച്ചർ വേക്കൻസി ആൻഡ് ഫ്രഷേഴ്സിന് ചാൻസ് കുറവാണോ സ്കൂൾസിൽ? സെൻറ്റ് ടീച്ചേഴ്സ് എന്തായാലും ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് 1 or 2 സെൻറ്റ് ടീച്ചേഴ്സ് എല്ലാ സ്കൂൾസിലും ഉണ്ടായിരുന്നിരിക്കും. ഫ്രഷേഴ്സിനാണെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. Applying through school websites or applying for vacancies posted by schools, which one is better? Both. അതായത് അത് നമ്മളിപ്പോൾ ഒരു ടീച്ചിങ് ഹയറിംഗ് പോസ്റ്റ് കാണുകയാണ്. ഇപ്പം നമ്മുടെ പോസ്റ്റുകളൊന്നും നമ്മളിപ്പോൾ ഏതാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പോസ്റ്റുകളൊന്നും അതിൽ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അയച്ചുകൊണ്ടിരിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വെച്ച് കഴിഞ്ഞാൽ അവരുടെ വേക്കൻസികൾ അനുസരിച്ച് നമ്മളെ ഇങ്ങോട്ട് ഒരു കോൺടാക്ട് ചെയ്യും. അപ്പോൾ പൊതുവേ രണ്ടും ഫോളോ അപ്പ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനെ കുറിച്ച് പറയാമോ? ഞാൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ നമുക്ക് ഇന്ത്യൻ അറ്റസ്റ്റേഷനും ആൻഡ് UAE അറ്റസ്റ്റേഷനാണ് വേണ്ടത്. അത് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഏജൻസീസിനെ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹായ്, ഐ ഹോൾഡ് MSc സുവോളജി വിത്ത് B.Ed. ഞാൻ ടീച്ചിങ് ജോബ് ഫുജേറയാണ് നോക്കുന്നത്. നോ എക്സ്പീരിയൻസ്. ഇറ്റ്സ് ഓക്കെ ബട്ട് യു ക്യാൻ ട്രൈ. എന്തായാലും നിങ്ങൾ ക്വാളിഫൈഡ് ആണ് ഫോർ ടീച്ചിങ് ജോബ്. സോ ട്രൈ യുവർ ബെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് ചെയ്യുമോ? അതായത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ പേര്, നമ്മൾ വരുന്ന സ്ഥലം, പിന്നീട് നമ്മൾ പഠിച്ച സ്കൂൾസിനെ പറ്റി, നമ്മുടെ ഡിഗ്രി, നമ്മുടെ PG, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ മെൻഷൻ ചെയ്യുക. പിന്നെ നമ്മളെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. പിന്നെ നമ്മളെ അച്ചീവ്മെൻറ്റ്സ്, നമ്മൾ കൂടുതൽ എന്തൊക്കെയാണ് നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷനിൽ പറയാൻ ശ്രമിക്കുക. നമ്മൾ കൂടുതൽ നമ്മുടെ കരിയർ, നമ്മുടെ അവർക്ക് നമ്മളെ ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ കൂടുതൽ പറയാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ ജോബിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ ഇൻട്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രഷേഴ്സ് ജോബ് അപ്ഡേറ്റ്സ് പ്ലീസ്. ലിങ്ക്ഡിനിൽ നന്നായിട്ട് ആക്റ്റീവ് ആയിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുഡ് യു പ്ലീസ് മെൻഷൻ ദ സാലറി ഓർ ദ സാലറി റേഞ്ച് ഫോർ കൗൺസിലർ ഓർ സോഷ്യൽ വർക്കർ? കൗൺസിലർ, അതായത് ഇപ്പോൾ സാലറി റേഞ്ച് സ്കൂൾ ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ സ്കൂൾ ഓരോ പ്ലേസസ് അനുസരിച്ചിരിക്കും ഓരോ സ്കൂൾ സാലറി സ്കെയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ജോബ് കിട്ടുമോ? എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ BA with B.Ed that is mandatory certification for teaching job. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദുബായിൽ KG ടീച്ചർ ജോബ് കിട്ടുവാൻ ഡിഗ്രി വിത്ത് മോണ്ടിസോറി മതിയോ അതോ B.Ed വേണമോ? വേണ്ട, BA വിത്ത് മോണ്ടിസോറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് KG ടീച്ചറായി വർക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ആം ഇൻട്രസ്റ്റഡ് ടു വർക്ക് ഇൻ ടീച്ചിങ് ഫീൽഡ് ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. നിങ്ങൾക്കിപ്പോൾ BA വിത്ത് B.Ed ഉണ്ടെങ്കിൽ അതാണ് ബേസിക് ആയിട്ട് ഫോർ ടീച്ചിങ് ജോബിന് വേണ്ടത്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അക്കോർഡിംഗ് ടു യുവർ പെർഫോമൻസ് ദേ വിൽ ഹയർ യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടീച്ചിങ് എക്സ്പീരിയൻസ് നിർബന്ധം ആണോ ജോബ് കിട്ടാൻ? ഇല്ല, നിങ്ങളിപ്പോൾ ഫ്രഷർ ആണെങ്കിലും അവർ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങളെ എടുത്തിരിക്കും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ ഹോം റൂം ടീച്ചർ, വാട്ട് ഷുഡ് ബി ദയർ ക്വാളിഫിക്കേഷൻസ്? അതായത് ഇപ്പോൾ ഒരു ഹോം റൂം ടീച്ചറുടെ ജോബ് റോൾ എന്ന് പറയുന്നത് അവർ ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എന്തായാലും ഉണ്ടായിരുന്നിരിക്കും. അതായത് അവരിപ്പോൾ ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത് അതിനുപരി ആ ഒരു ക്ലാസ് റൂമിനോട് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് ഇപ്പോൾ അലോട്ട് ചെയ്തിട്ടുള്ള ഏത് ക്ലാസ്സിലാണോ അവരുടെ സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യുന്നതിലും സ്റ്റുഡൻറ്റ് സപ്പോർട്ട്, കരിക്കുലം ഡെലിവറി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അസസ്മെൻറ്റ്, ഇവാലുവേഷൻ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കൊളാബറേഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ ടീച്ചർ ഇൻവോൾവ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് ടീച്ചിങ് ജോബ് വിത്തൗട്ട് ബി എഡ് ആൻഡ് എക്സ്പീരിയൻസ്? ബി എഡ് എന്തായാലും ഉണ്ടായിരുന്നിരിക്കണം. യെസ്, നമുക്ക് ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനിയും കുറേ ഡൗട്ട്സുകൾ ഉണ്ടെന്ന് അറിയാം. സോ എന്തായാലും നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളൊക്കെ എനിക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇട്ടാന്നോളൂ, കമൻ്റ് ആയിട്ട്. എനിക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് ഞാൻ എല്ലാവർക്കും പരമാവധി ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഉപകാരപ്രദമായേക്കാവുന്ന ആളുകളിലേക്കും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ, ഐ ഡെഫിനറ്റ്ലി ആൻസർ ദാറ്റ്. അപ്പോൾ ഇനി അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ വരുന്നവരേക്കും ബൈ. സൈനിങ് ഓഫ് ഫ്രം അർച്ചന.